ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ എല്ലാവരോടും സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. പ്രോമോയിൽ വന്നതാണ്. ആദ്യം തന്നെ എന്തൊരു എളിമയാണല്ലേ ആ മനുഷ്യന്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയാറുള്ളത് എന്ത് ശരിയാണ്. ഹാറ്റ്സ് ഓഫ് ലാലേട്ട, ഹാറ്റ്സ് ഓഫ്. നിങ്ങളെ കൊണ്ട് ഇതുപോലൊക്കെ സംസാരിക്കാൻ പറ്റൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അൻസിബയുടെ പ്രിയപ്പെട്ട ലാലേട്ട മൂവി തൂവാനത്തുമ്പികളാണ്. അതിലെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് അൻസിബ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നു അതൊരു കൾട്ട് ഫിലിമാണ്, അത് 500 തവണ കണ്ടവരെയും എനിക്ക് അറിയാമെന്ന്. സത്യമാണ്, പത്മരാജൻസ് ഗിഫ്റ്റ് ടു മലയാളം സിനിമ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് അത്. ലാലേട്ടൻ പറയുന്നതിൽ ഒരു അതിശോക്തിയും ഇല്ല, അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ആ സിനിമയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ അർജുൻ പറയുന്നുണ്ട് തന്മാത്രയിലെ ലാലേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ച്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ലാലേട്ടൻ പറയുന്നു മേക്ക് ബിലീഫ്, വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധർമ്മം. അത് ചിലപ്പോ വിജയിക്കും, ചിലപ്പോ പരാജയപ്പെടും. അങ്ങനെ കുറെ വിജയിച്ചപ്പോ രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ എന്ന്. ലാലേട്ടന്റെ എളിമയെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ലാലേട്ടന്റെ നിലപാടാണ്. ലൈഫില് നമ്മൾ എത്രയൊക്കെ കാര്യങ്ങളിൽ വിജയിച്ച് ഉയർന്ന നിലയിൽ എത്തിയാലും അതിലൊന്നും അഹങ്കരിക്കാതിരിക്കുക, ഡൗൺ ടു എർത്ത് ആവുക. ലാലേട്ടനിൽ നിന്ന് മലയാളികൾ കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണത്. അതുപോലെ ലൈഫിൽ എന്തൊക്കെ പരാജയങ്ങൾ സംഭവിച്ചാലും മൂവ് ഓൺ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ലാലേട്ടൻ കേൾക്കാത്ത വിമർശനങ്ങളുണ്ടോ, നേരിടാത്ത പരിഹാസങ്ങളുണ്ടോ ഈ 40 വർഷങ്ങൾക്കിടയിൽ? എന്നിട്ട് പുള്ളി പറയുന്നത് കേട്ടില്ലേ, എന്റെ ധർമ്മമാണ് മേക്ക് ബിലീഫ് എന്നത്. അതിൽ വിജയിച്ച് കയറി വന്ന ഒരുപാട് പേരിൽ ഒരാൾ ആണ് ഞാനെന്ന്. അല്ല, ഇത്രയും വലിയൊരു നടനും താരവും ഒക്കെ ആയിട്ടുള്ള ഇദ്ദേഹം ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ ചില്ലറയൊന്നുമല്ല. നല്ലൊരു കൈയടി കൊടുക്കേണ്ട വാക്കുകൾ തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. ശരിക്കും ഹാറ്റ്സ് ഓഫ് ലാലേട്ട, ഹാറ്റ്സ് ഓഫ്.